In the name of Father, Son and Holy Spirit. Amen. Dearly beloved brothers and sisters in Christ, we are going through the Passover feast. What is Passover? എന്താണ് പെസഹ പെരുന്നാൾ? യഹൂദന്മാരുടെ പാരമ്പര്യത്തിലുള്ള പെസഹ പെരുന്നാൾ നമുക്കറിയാം. എന്നാൽ നാം ഇന്ന് പിന്തുടരുന്നതായ യഥാർത്ഥമായ പെസഹ പെരുന്നാൾ എന്താണ്? നമ്മുടേതായ ആരാധനയിൽ നമ്മുടെ പിതാക്കന്മാരുടെ ചർച്ച് ഫാദേഴ്സിൻ്റെ പഠിപ്പിക്കൽ അനുസരിച്ച് ഈ പെസഹ നമ്മുടെ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാണ്. വിശുദ്ധ കുർബാന താൻ തന്നെ സ്ഥാപിച്ച് താൻ തന്നെ നമുക്ക് വേണ്ടി നൽകിയതായ യേശു തമ്പുരാൻ്റെ അനുഗ്രഹീതമായ പുതിയ അനുഭവമുള്ള പുതിയ ഉടമ്പടിയുള്ള ഒരു പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. യേശു തമ്പുരാനും ശിഷ്യന്മാരും ആ പ്രാചീനമായ പെസഹ പെരുന്നാൾ ആഘോഷിക്കുവാൻ കൂടി വന്ന വേളയിൽ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി തൻ്റെ ജനത്തിന് കൊടുത്തുകൊണ്ട് ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറയുന്ന ദ വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പുതിയ ഉടമ്പടി എനിക്കും നിനക്കുമായി നൽകപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നാം ആചരിക്കുന്നതായ പെസഹ, ഈ പെരുന്നാൾ എൻ്റെ ലൈഫിനെ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു, എൻ്റെ ജീവിതത്തിൽ ഇതെങ്ങനെയാണ് ടച്ച് ചെയ്തു പോകേണ്ടത്? ഇന്ന് പലപ്പോഴും നാം പരിശുദ്ധമായ ബലികളിൽ സംബന്ധിക്കുമ്പോൾ, പരിശുദ്ധമായ കുർബാന സ്വീകരിക്കുമ്പോൾ, ഇത് കർത്താവിൻ്റെ ശരീരമാകുന്നു, ഇത് കർത്താവിൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതൻ എന്നിലേക്ക് ഇത് നൽകുമ്പോൾ, ഇതെൻ്റെ ശരീരത്തിൽ ഉണ്ടാകേണ്ടുന്ന, ഇതെൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന റിയാക്ഷൻസ് എന്തൊക്കെയാണ്? ഈ പെസഹ പെരുന്നാളിൽ നാം ചിന്തിക്കേണ്ടുന്നത് അതാണ്. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, കർത്താവിൻ്റെ ആ വലിയ കുരിശിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, കുരിശെന്ന വലിയ ബലിപീഠത്തിൽ സ്വയം ബലിയായി തീരുവാൻ വേണ്ടി സ്വയമേ മനസ്സോടുകൂടെ അവൻ തന്നെത്താൻ സ്വീകരിക്കുന്നതായ ഈ കഷ്ടാനുഭവത്തിൽ തന്നെത്താൻ അവനെ തന്നെ വെറുമയാക്കിക്കൊണ്ട് സെൽഫ് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ക്രിസ്തു എനിക്കും നിനക്കും വേണ്ടി ബലിയായി തീരുന്നു. ഇതാണ് ഇന്നിൻ്റെ പെസഹ പെരുന്നാൾ. ഈ പെസഹ പെരുന്നാൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ശരീരത്തിൽ ആകമാനം അതിനെ മുഴുവനായും കടന്നു വന്നുകൊണ്ട് ഒരു ശുദ്ധീകരണത്തിന്, ഒരു പ്യൂരിഫിക്കേഷന്, ഒരു ട്രാൻസ്ഫോർമേഷന് അവൻ്റെ ഈ സാൽവേഷൻ ഇടയാകുന്നു എങ്കിൽ മാത്രമേ, അവൻ്റെ ഈ കഷ്ടാനുഭവം അതിലേക്ക് നയിക്കുന്നു എങ്കിൽ മാത്രമേ ഈ പെസഹ പെരുന്നാൾ പൂർണ്ണമാകുകയുള്ളൂ. ആയതിനാൽ പ്രിയമുള്ള സഹോദര സഹോദരി, നിന്റെയും എൻ്റെയും ജീവിതത്തിൽ ഈ പരിശുദ്ധ കുർബാന സ്വീകരണം അത് കേവലം ഒരു മെക്കാനിക്കലായ ഒരു സിറ്റുവേഷനായി പോകുവാനായിട്ടിടയാകാതെ അത് എൻ്റെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷന് ഒരു രൂപാന്തരത്തിന് കാരണമായി തീരുവാനായിട്ടിടയാകട്ടെ. അതിലേക്ക് നയിക്കുന്നതാകട്ടെ ഈ പെസഹ പെരുന്നാൾ. ഏവർക്കും അനുഗ്രഹീതമായ പെസഹ പെരുന്നാളിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. പ്രത്യേകാൽ ഏഷ്യ പസഫിക് ഡയോസിസിലെ MGOCSM OCYയും എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ സഹോദരങ്ങൾക്ക് എല്ലാവിധമായ ക്രിസ്തുദേവൻ്റെ, യേശു തമ്പുരാൻ്റെ അനുഗ്രഹീതമായ പെസഹ പെരുന്നാൾ ആശംസകൾ. താങ്ക് യു.